രാഹുൽ ഗാന്ധി സിന്ദാബാദ്, പ്രിയങ്ക ഗാന്ധി സിന്ദാബാദ്, പ്രിയങ്ക ഗാന്ധി സിന്ദാബാദ്, രാഹുൽ ഗാന്ധി സിന്ദാബാദ്. വയനാട് മണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതിന് നന്ദി പറയാൻ പ്രിയങ്ക ഗാന്ധിയും സഹോദരനും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി എംപിയും മുക്കത്തെത്തിയപ്പോൾ ആവേശോജ്വലമായ വരവേൽപ്പാണ് നൽകിയത്. പൊള്ളുന്ന വെയിലിലും കനത്ത ചൂടിലുമൊന്നും ജനങ്ങളുടെ ആവേശത്തെ തെല്ലും കെടുത്താനായില്ല. കഠിനമായ ഉഷ്ണത്തെ വകവയ്ക്കാതെ ആയിരങ്ങളാണ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും സ്വീകരിക്കാൻ എത്തിയത്. രാവിലെ മുതൽ തന്നെ മലയോര മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വൻ ജനാവലിയായിരുന്നു മുക്കത്തേക്ക് ഒഴുകിയെത്തിയത്. ഉച്ചയ്ക്ക് 1:30 രാഹുലും പ്രിയങ്കയും കടന്നു വന്നപ്പോൾ ജനങ്ങളുടെ ആവേശം അണപൊട്ടി. ചരിത്രപരമായ ഭൂരിപക്ഷം നൽകി വയനാടിന്റെ ശബ്ദമാകാൻ പാർലമെന്റിലെത്തിച്ച ജനങ്ങളോട് പ്രിയങ്ക നന്ദി പറഞ്ഞു. ഞാൻ ഇന്ത്യൻ പാർലമെന്റിലുള്ളത് നിങ്ങൾക്ക് വേണ്ടിയാണ്, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. It is your voice that I will raise. It is your problems that I will try to resolve. It is your beliefs, your values, your hopes and your aspirations that I will stand for each and every day from now until the end. ഇന്ത്യൻ പാർലമെന്റിൽ ഇന്നു മുതൽ അവസാനം വരെയുള്ള എല്ലാ ദിവസവും ഞാൻ ഉയർത്തുന്നത് നിങ്ങളുടെ ശബ്ദമായിരിക്കും, നിങ്ങളുടെ ആവശ്യങ്ങളായിരിക്കും, നിങ്ങളുടെ അഭിലാഷങ്ങളായിരിക്കും, നിങ്ങളുടെ പ്രശ്നങ്ങളായിരിക്കും, നിങ്ങളുടെ ചിന്തകളായിരിക്കും. എല്ലാ ദിവസവും ഞാൻ ഇന്ത്യൻ പാർലമെന്റിൽ ഉയർത്താൻ പോവുക. മുണ്ടക്കൈ ചൂരമല ദുരന്തബാധിതർക്ക് ആദരാഞ്ജലി അർപ്പിച്ചാണ് രാഹുൽ ഗാന്ധി പ്രസംഗം തുടങ്ങിയത്. ദുരന്തത്തിൽ കുടുംബാംഗങ്ങളും സ്വത്തുകളും മറ്റും നഷ്ടപ്പെട്ടവർക്ക് രാഹുൽ ഗാന്ധി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. വയനാട് ദുരന്തത്തിലെ ഇരകളെ സഹായിക്കാൻ UDF പ്രവർത്തകർ സംസ്ഥാന സർക്കാരിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. എൻലൈറ്റ് ന്യൂസ്, മുക്കം.